ഇത് നമ്മൾ തിരുവോണ ദിവസം ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് നമുക്കിതിന് സമയം കിട്ടിയത് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്. എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് മലമ്പുഴ ഡാം കാണാനായിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. തിരുവോണം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ദൈവത്തിൻ്റെ ഭാഗ്യം പോലെ ഞങ്ങൾ ചെന്ന് കയറി അവിടെ നിൽക്കുകയും മഴ പെയ്യുകയും കൂടിയായിരുന്നു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുറഞ്ഞു കേട്ടോ. പിന്നെ മഴ പെയ്തിട്ടേ ഇല്ലായിരുന്നു. കാരണം നല്ല രീതിയിൽ നമുക്കവിടെ മഴയൊന്നും പെയ്യാതെ നല്ല രീതിയിൽ കണ്ടിട്ടൊക്കെ പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങളവിടെ ഞങ്ങൾ ക്യാമറയ്ക്കായിട്ടാണ് പോയത്. നമുക്കവിടെ ടിക്കറ്റിന് ചാർജ് നമുക്ക് ഉള്ളിൽ കിടക്കുന്നതിന് ചാർജ് കുറവാണ്. പക്ഷേ നമുക്ക് ക്യാമറ കൊണ്ടുപോകുമ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ക്യാമറയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മഴ പെയ്ത് തോർന്നത് കൊണ്ട് നല്ല വെള്ളമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു പോകുന്ന വഴിയിലൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അല്ലുവിന് ഒരു വല്ലാത്തൊരു ആവേശമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊക്കെ കയറി ചാടി തുള്ളിയൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ മറ്റേ തൂക്കുപാലത്തെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കയറുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം പിന്നെ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. തൂക്കുപാലത്തിന് താഴെയായിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ മറ്റേ മലമ്പുഴ യക്ഷിയുടെ ഇതാണ്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക മറ്റേ ജലവൈദ്യുത പദ്ധതിയുടെ ഇത് വെള്ളം തുറന്ന് വിട്ടേക്കുവാന്നാണ് കേട്ടത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ പറയുന്നത് കേട്ടു. ഇപ്പം അങ്ങനെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ കൂടിയാണ് നമ്മുടെ മറ്റേ ഇത് പോകുന്നത്. ആ പേര് ഞാൻ മറന്നു. ഈ സംഭവം പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഈ ഡാമിൻ്റെ മുകളിലേക്ക് കയറാവുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലമേ ഉള്ളായിരുന്നു. അതായത് നേരെ ഒരാൾക്ക് നടന്ന് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത ഒരു മനസ്സിനൊക്കെ കുളിർമ തരുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മുടെ അത്യാവശ്യം അതായത് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ലൈറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കണം, അതൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേളിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ കുറച്ച് ആൺപിള്ളേർ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് തുള്ളുന്നുണ്ടായിരുന്നു, ഡാമിൻ്റെ മുകളിൽ തുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ അല്ലു ആണെങ്കിൽ ചാടി ഓടി ഇറങ്ങി. എൻ്റെ പൊന്നോ ഭയങ്കര ഡാൻസായിരുന്നു. പിന്നെ അവർക്കൊരു ആവേശം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു അല്ലുവിൻ്റെ ഡാൻസ്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ആടിപ്പാടി തുള്ളിയൊക്കെ കളിച്ച് കണ്ട്. അവരുടെ ഇടയിൽ അല്ലു നല്ല ഡാൻസ് കളിയായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഓണവിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും.